A1 വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കാക്കയഞ്ചാൽ ടൗണിലെ ഫുട്പാത്തും പൊതുനിരത്തും വ്യാപാര സ്ഥാപനങ്ങൾ കയ്യേറിയിരിക്കുകയാണ്. ഫുട്പാത്തിന് മുകളിൽ പൈപ്പും തൂണും ഷീറ്റും കൂടാതെ മെയിൻ റോഡ് സൈഡ് പുറമ്പോക്കും വ്യക്തികൾ കൈയടക്കിയിരിക്കുകയാണ്. വാഹനങ്ങൾ വന്നാൽ ഒരാൾക്കും സൈഡ് മാറാൻ പോലും ഇവിടെ സൗകര്യമില്ല. ധ്യാന കേന്ദ്രത്തിൽ അടക്കം നിരവധി സ്ത്രീകളും സ്കൂളുകളിലും മറ്റുമായി കുട്ടികളും സ്വൈരമായി യാത്ര ചെയ്തിരുന്ന സ്ഥലമാണ് ഇവിടം. വൈകുന്നേരമായി കഴിഞ്ഞാൽ വർക്ക്ഷോപ്പ് കേന്ദ്രീകരിച്ച് മദ്യപാനവും ബഹളവും ഇവിടെ പതിവാണ്. കഴിഞ്ഞ ദിവസം പോലീസ് റെയ്ഡ് ചെയ്ത് മദ്യപന്മാർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ബൈക്ക് വർക്ക്ഷോപ്പിൻ്റെ സൈഡ് വഴിയാത്രക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത രീതിയിൽ മെയിൻ റോഡിലോട്ട് വരെ വണ്ടി എത്തിച്ചു വെച്ചിരിക്കുകയാണ്. വണ്ടി വർക്ക്ഷോപ്പിലേക്ക് നന്നാക്കാൻ കൊണ്ടുവരുന്ന വണ്ടികളെല്ലാം ഇതുപോലെ ഇവിടെ അട്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഫുട്പാത്തിൻ്റെ മുകളിലൂടെ പൈപ്പ് നാട്ടി അതിൽ ബോർഡടക്കം കെട്ടിത്തൂക്കി അതിൽ കൂടെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇത് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നതാണ്. സ്വന്തം നാട്ടുകാർ തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഈ വർക്ക്ഷോപ്പ് ഉടമ, അത് നടത്തുന്ന ആളുകൾ, വർക്ക്ഷോപ്പിലെ ജീവനക്കാർ ആളുകളോട് തട്ടിക്കയറുന്ന ഒരു സ്വഭാവവും ഉണ്ട്. വളരെ മോശമായ ഒരു പ്രവണതയാണ് ഈ കാണുന്നത്. ഇതുമൂലം ഒരു അപകടം തന്നെ വരുത്തി വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. വഴിയിൽ കൂടെ നിരവധി യാത്രക്കാർ നടന്നു പോകുന്ന ആളുകൾക്ക് വണ്ടി വരുമ്പോൾ ഒന്ന് സൈഡിലേക്ക് മാറി നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രവണതയാണ് ഈ കാട്ടിവെച്ചിരിക്കുന്നത്. A1 വാർത്താ ചാനലിന് വേണ്ടി സുരേഷ് മോനിപ്പള്ളി. പെണ്ണുങ്ങൾക്കും ഫുള്ള് വഴി തടഞ്ഞുകൊണ്ട് ഇവിടെ ഫുള്ള് വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ടും അനധികൃതമായിട്ടും ഇറക്കി പണിതിട്ടും പഞ്ചായത്ത് ഞങ്ങൾ ഇന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടപടി സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ ധ്യാനകേന്ദ്രമുണ്ട്, അവിടുന്ന് കുറേ വനിതകൾ വരുന്നുണ്ട്. ആ വനിതകൾക്കൊന്നും ഇതിന് നടന്നു പോകാതെ പുറത്തോട്ട് കയറി ഇറങ്ങിയിട്ടാണ് നടക്കുകയും ചെയ്യുന്നത്. ഇതിൽ പിന്നെ ഭയങ്കരമായിട്ട് മദ്യം ശല്യങ്ങൾ ഇതിനകത്തുണ്ട്. മദ്യം കുടിക്കാൻ വേണ്ടി ഇന്നലെ പോലീസ് വന്നിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യും, അങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. നാട്ടുകാർക്ക് ഭയങ്കര ഇതാണ്. ഇവിടെ കച്ചവട സ്ഥാപനത്തിൽ ഒരു മദ്യം കഴിക്കൽ പരിപാടിയായിട്ട് നിൽക്കണം. നമ്മൾ ഇന്ന് ഇടപെട്ടാണ് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കും. പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇത് നാട്ടുകാർക്ക് ഇന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. അത് സെക്രട്ടറി പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്നാണ് കൊടുത്തത്. ഇതിന് മുമ്പ് ഞങ്ങൾ പരാതി കൊടുത്തില്ല. ഇന്നാണ് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ നടപടി വരുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കുറെ കാലഘട്ടമുണ്ട്. ഇല്ല, നമ്മൾ ആവശ്യപ്പെട്ടില്ല. പിന്നെ വേറെ ആരും ആവശ്യപ്പെടും നമുക്കറിയാം. നമ്മൾ ആരും ആവശ്യപ്പെട്ടില്ല. നമ്മൾ ഇന്നാണ് അതിന്റെ പരാതിയായിട്ട് കൊടുത്തിട്ടുള്ളത്. നാട്ടിൽ നടക്കുക ഇതിന്റെ ചിലപ്പം ഇതിനൊരു വഴി തർക്കം മാറ്റി ആയുർവേദ നല്ല ബുദ്ധിയിൽ അത് ഇതാക്കണം നമ്മൾ വിചാരിക്കുന്നു.